ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി നിലവിൽ വന്ന വെടിനിർത്തൽ ധാരണ അത് പാകിസ്ഥാൻ പൂർണ്ണമായും ലംഘിച്ചു എന്ന വിവരം ഇന്ത്യ പുറത്തുവിടുന്നു. ഒപ്പം തന്നെ നിലപാട് ഇന്ത്യ പറയുന്നുമുണ്ട്. എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ പാകിസ്ഥാൻ അധികൃതർ ഇടപെടുകയും അതിലൊരു തീരുമാനമുണ്ടാക്കുകയും ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ ഗുരുതരമാകും എന്നൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അതിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ ഈ വിഷയത്തിൽ ഇടപെടും എന്ന് തന്നെയാണ്. ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയായിരുന്നു അല്പസമയം മുൻപ് വിക്രം മിസ്രി വിദേശകാര്യ സെക്രട്ടറി ചെയ്തത്. എന്തായാലും അല്പസമയത്തിനകം അവിടെ പാകിസ്ഥാനിൽ അവരുടെ പ്രധാനമന്ത്രി അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ പോവുകയാണ് എന്ന വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്ത് കാര്യമാണ് ഷഹബാസ് ഷെരീഫ് പറയാൻ പോകുന്നത്? കഴിഞ്ഞ ഏതാണ്ടൊരു 24 മണിക്കൂറിലധികമായി ഷഹബാസ് ഷെരീഫിനെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിട്ടില്ല. അവിടെ ഇസ്ലാമാബാദിൽ ഈ അവിടുത്തെ പാക് പ്രധാനമന്ത്രിയുടെ വസതിക്ക് തൊട്ടടുത്ത് ബോംബ് സ്ഫോടനങ്ങളും വലിയ സ്ഫോടനങ്ങളും ഒക്കെ ഉണ്ടായ ശേഷം പിന്നീട് പാക് പ്രധാനമന്ത്രി എവിടെയാണ് എന്ന തരത്തിൽ വലിയ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പ്രതികരണവും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതുമില്ല. അവിടുത്തെ പട്ടാള മേധാവിയെ മാറ്റിയടക്കമുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ അവിടെ നിന്ന് വന്നിരുന്നു. ഔദ്യോഗികമായി ഒരു കാര്യവും അവർ പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ വൈകിട്ടോടുകൂടി ഈ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നതോടുകൂടി ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. അതിലേറ്റവും ഒടുവിലാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി തന്നെ ആ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു എന്ന് വ്യക്തമാക്കുന്നത്. അല്പസമയത്തിനകം അതുണ്ടാകും. അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അച്യുതൻ, 11:30 എന്ന് പറയുമ്പോൾ അവിടുത്തെ പാകിസ്ഥാനിലെ 11 മണി ആ സമയത്താണ് അവിടുത്തെ പ്രധാനമന്ത്രി ജനങ്ങളെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും പ്രജിൻ, 11:30 ഇന്ത്യൻ സമയം പ്രകാരം 11:30 ഷഹബാസ് ഷെരീഫ്, അതായത് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി, അവിടുത്തെ രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്യും. ആ ഒരു അഭിസംബോധന പ്രസംഗത്തിൽ രാജ്യം പ്രതീക്ഷിക്കുന്നത്, ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ഈ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഇത്തരം ഗുരുതര സ്വഭാവമുള്ള ഒരു വെടിനിർത്തൽ ധാരണ ലംഘിച്ചുകൊണ്ടുള്ള ആ നടപടിയിൽ എങ്ങനെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പ്രതികരിക്കും എന്നതാണ് ഇപ്പോൾ ഇന്ത്യ ഈ കാര്യത്തിൽ നോക്കുന്ന ഒന്ന്. മറ്റൊന്ന്, അല്പം മുൻപ്, അതായത് ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി എക്സിൽ കുറിക്കുന്ന സമയം അതൊരു 8:30 ആ സമയത്ത് ജമ്മു കാശ്മീരിൻ്റെ അതിർത്തികളിലും അതുപോലെ തന്നെ മറ്റ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ഡ്രോണുകളുടെ സാന്നിധ്യവും പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ പ്രകോപനവും ഉണ്ടാകുന്ന ആ ഒരു മണിക്കൂറുകളായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം ഇത്തരത്തിൽ വെടിനിർത്തൽ ധാരണയിൽ അമേരിക്കൻ പ്രസിഡന്റിനെ പ്രശംസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുന്നത്. എന്തായാലും ഇന്ന് 11:30 ആ വാർത്ത 11:30 ആ സമയത്ത് പാകിസ്ഥാനിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ ഈ സൈനിക നടപടിയിൽ, പാകിസ്ഥാന്റെ ഇത്തരം സൈനിക നടപടിയിൽ എന്തായിരിക്കും പ്രതികരിക്കുക എന്നത് നൽകിയത്.